ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്. ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട്, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറഞ്ഞത്. പക്ഷേ ഇനി ഏകദേശം നമുക്കൊരു 200 കിലോമീറ്റർ താഴെ നമുക്ക് വണ്ടി ഓയിൽ ഓടിക്കാനുള്ളൂ. കാരണം ഞാൻ മാറ്റേണ്ട ടൈം അപ്പോഴത്തേക്ക് ആവും. അപ്പോൾ കൂട്ടത്തിക്കടെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു വൈബ്രേഷൻ പറയണ്ട, അത് നമുക്ക് ശരിക്കും അതിൻ്റെ ഈ ബോഡി വൈബ്രേഷനാണ്, ഫൈബർ ബോഡിയാണ്, അതിൻ്റെ ചെറിയൊരു ജെർക്കിങ് സൗണ്ട് തന്നെയാണ്. അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് അയച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്, അതിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്താൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലായാലും നമ്മൾ നോക്കി, നിലവിൽ നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ബാക്കിലത്തെ പുള്ളി വീലൊക്കെ നമ്മളൊന്ന് അയച്ചിട്ടുണ്ട്, അതൊന്ന് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. അത്യാവശ്യം തുരുമ്പ് കണ്ടതുകൊണ്ട് അയച്ചാണ്, അപ്പോൾ അതൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഷൂ ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്ലച്ചിൽ വേറെ പറയത്തെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയച്ചതാണ്. ക്ലച്ച് ഗ്രീസിങ്, ക്ലച്ച് സർവീസിനൊക്കെ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന പുതിയ ബാറ്ററി വലിയ പഴക്കമായിട്ടില്ല. വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം 13 വരെ കിട്ടുന്നുണ്ട് നമുക്ക്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെയാലും വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു, ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ടിലായാലും ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ബ്രാക്കറ്റൊന്നും ടൈറ്റൊന്നുമില്ല. ഫ്രണ്ട് വീൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്തു, നല്ല ബെയറിങ്ങാണ്, കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. അതേപോലെ ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗം നോക്കി, ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. പിന്നെ സ്പാർക്കിളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് സാധാ നമ്മുടെ ജനറലായിട്ടുള്ള സർവീസ് മാത്രമാണ് മെയിനായിട്ട് വന്നത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം. ഓയിൽ മാറുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റി വിടണം. ഇത്രയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 6 മണിക്കാവും, 5:30-6 മണിക്കാവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം.